ഓണക്കാലമാണ്, നമുക്കൊക്കെ അത്തപ്പൂക്കളം ഒരുക്കണം. മലയാളികൾക്ക്, പ്രത്യേകിച്ച് തെക്കൻ കേരളക്കാർക്ക് അത്തപ്പൂക്കളം ഒരുക്കാനുള്ള പൂക്കൾ വിരിയുന്ന പാടശേഖരം തമിഴ്നാട്ടിലെ ശങ്കരൻകോവിൽ. ഇവിടെ ജമന്തിയും പിച്ചിയും വാടാമുല്ലയും മുല്ലയും എല്ലാം പൂത്ത് തളുത്ത് കിടക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ പൂവിളികളുടേതാണ്. മാവേലിയെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ അത്തപ്പൂക്കളം ഒരുക്കുമ്പോൾ നമ്മുടെ മുറ്റത്തേക്ക് വരാൻ വേണ്ടിയുള്ള പൂക്കളെല്ലാം തന്നെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. സഹ്യന്റെ മടിത്തട്ടിലെ ഈ പാടകളിൽ വർണ്ണവസന്തമാണ്. ഇവിടെ വിരിയാത്തതായി ഒന്നുമില്ല. എല്ലാം നമ്മുടെ ഓണം കളറാക്കാനാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ കർഷകർ പാടത്തെത്തും. പൂക്കൾ ഇറുത്ത് ஓணத்துக்கு பூ நிறைய வரும், காசு அதிகம் கிடைக்கும். பூக்கள் மல்லி, பிச்சி, கேந்தி, சேவல் பூ, சம்மங்கி, அரளி இதெல்லாம் இருக்கு. 8 മണിയോടെ പൂക്കളുമായി കർഷകർ മാർക്കറ്റിലേക്ക്. ശങ്കരൻകോവിലെ പാടശേഖരങ്ങളിൽ വിരിയുന്ന പൂക്കളെത്തുന്ന പ്രദേശമാണ് ശങ്കരൻകോവിൽ പൂ മാർക്കറ്റ്. ഇവിടെ കൊണ്ടുവരുന്ന പൂക്കളിൽ ഏതാണ്ട് 90% കേരളത്തിലേക്കാണ്. പ്രത്യേകിച്ച് ഓണക്കാലമാകുന്നതോടുകൂടി നമ്മുടെ നാടുകളിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക് ഇവിടെ നിന്നുള്ള പൂക്കൾ എത്തുന്നു. இதுவரை சுமாராக இருந்தது. இப்போ ஓண வியாபாரம் வந்ததுனால கொஞ்சம் ஓரளவு சரக்கு நல்லா இன்றைக்கி போய்கிட்டு இருக்கு. சரக்கு நிற்காமல் ஓரளவு நல்லபடியாக போய்கிட்டு இருக்கு. அந்த கேரளா ஓணம் மக்கள் வந்து இன்னும் செழிப்பாக கொண்டாடுறதுக்கு அவங்களுக்கு இயற்கை சூழ்நிலையினால கொஞ்சம் சிரமமாக இருக்குது. இல்லைன்னா இதை விட மார்க்கெட் நல்லா பிஸியாக இருக்கும்னு എതിർപ്പാക്കുறோം. കേരളത്തിൽ നിന്ന് കോളേജ് വിദ്യാർത്ഥികൾ ഓണാഘോഷങ്ങൾക്ക് വേണ്ട പൂക്കൾ നേരിട്ടെത്തി വാങ്ങാറുണ്ട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷം ഒഴിവാക്കിയതോടെ നേരിട്ടുള്ള വിൽപ്പന ഇക്കുറി കുറഞ്ഞേക്കാം. കഴിഞ്ഞ ദിവസം ഇവിടെ മുല്ലപ്പൂവിന് വില 450 രൂപയായിരുന്നു. എന്നാൽ അത്തം പിറന്നതോടുകൂടി വില 850 എത്തിയിരിക്കുന്നു. തിരുവോണം ആകുമ്പോഴേക്കും ആ വില കൂടി അങ്ങ് ഏതാണ്ട് 2000-2500 തന്നെ എത്തുമെന്നാണ് ഇവിടുത്തെ വ്യാപാരികൾ പറയുന്നത്. വില എത്ര കൂടിയാലും മലയാളി അത്തപ്പൂക്കളം ഒരുക്കാനുള്ള പൂക്കൾ ഇവിടെ നിന്ന് വാങ്ങും. അങ്ങനെ നമ്മുടെ നാടിന്റെ ഉത്സവം ശങ്കരൻകോവിൽ എന്ന ഗ്രാമത്തിന്റെ കൂടി സന്തോഷമായി മാറുകയാണ്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.